മിഠായി വിൽക്കാനുണ്ട്. മിഠായി, മാമൂലുകൾ, ബാജകൾ, ചിപ്സുകൾ വിൽക്കാനുണ്ട്. ചിപ്സുകൾ. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ അഷ്റഫ് കോടാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാനിന്ന് വന്നിരിക്കുന്നത് സൗദിയിലെ ചിപ്സുകളെ കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ചിപ്സ് മീൻസ് പത്താത്തീസ്. സൗദിയിലെ എല്ലാവരും പത്താത്തീസ് എന്നാണ് ചിപ്സിന് പറയുക. അപ്പോൾ കുറച്ച് പ്രൊഡക്റ്റുകൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് പ്രൊഡക്റ്റുകൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയ കുറച്ച് നല്ല ചിപ്സുകളുണ്ട്. നമ്മൾ നാട്ടിൽ നിന്ന് പ്രവാസ ലോകത്തേക്ക് തിരികെ വരുമ്പോൾ കൊണ്ടുവരുന്ന അതുപോലെയുള്ള ചിപ്സ് അല്ല, എന്നാലും കൂടി നല്ല നാട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലത്തെ ഫ്ലേവറുകളാണ് ഇവിടെ ക്വാളിറ്റിയിൽ ഏറ്റവും മുമ്പിൽ തന്നെ നിൽക്കുന്ന കുറച്ച് ചിപ്സുകളുണ്ട്. അത് കൂടി നിങ്ങളെ പരിചയപ്പെടുത്താം. പിന്നെ സൗദിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് കാലങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ലെയ്സ് തന്നെയാണ് അവരുടെ മെയിൻ ഫേവറേറ്റ്. എന്നാൽ കൂടി പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് കീഴടക്കിക്കൊണ്ടിരിക്കുന്നത് കൂടി നിങ്ങളെ പരിചയപ്പെടുത്താം. ലെയ്സിൽ തന്നെ കച്ചപ്പാണ് ഏറ്റവും കൂടുതൽ പോകാറുള്ളത്. കച്ചപ്പ്, ടൊമാറ്റോ കച്ചപ്പ്. ഇത് നുസ് റിയാലിനാണ് ഇവിടെ കൊടുക്കുന്നത്. അവർ മാർക്കറ്റ് പിടിക്കാൻ വേണ്ടി നുസ് റിയാലിനാണ്. ഇവിടെ ആയില വലുതൊക്കെ ഉണ്ട്, വലിയ പാക്ക് വരെ ഉണ്ട്. അത് നുസ് റിയാലിനാണ് അത് കൊടുക്കുന്നത്. ഒരുപാട് ഫ്ലേവർ ഉണ്ട് കേട്ടോ. അവരുടെ കമ്പനിക്ക് ഒരുപാട് ഫ്ലേവർ ഉണ്ട്. ഇപ്പോഴും ഫ്ലേവറുകൾ പുതിയതായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ബഹ്റിൻ്റെ സാധനമാണ്. ബഹ്റിനാണ്, ടർസാൻ എന്ന് പറയും. ബഹ്റിൻ, മേഡ് ഇൻ ബഹ്റിനാണ്. സൗദിയിൽ അത്യാവശ്യം സെയിലുള്ള ഒരു കുട്ടികൾ നന്നായിട്ട് കഴിക്കുന്ന ഒരു ഫ്ലേവർ തന്നെയാണ്. ഇത് ക്രിക്രാക്കാണ്. ഗന്തൂർ എന്ന കമ്പനിയുടെ പ്രൊഡക്റ്റാണ് ക്രിക്രാക്ക്. ഗന്തൂറിൻ്റെ ഒരുപാട് ഐറ്റങ്ങളുണ്ട്. ചോക്ലേറ്റ്, അങ്ങനെ ഒരുപാട് ഐറ്റങ്ങളുണ്ട്. അതൊക്കെ ഞാൻ വഴിയെ പരിചയപ്പെടുത്താം. പിന്നെ ഉള്ളത് ഒമാനാണ്. ഒമാൻ ഇതിന് ഒറ്റ ഫ്ലേവറേ ഉള്ളൂ. ആ ഒറ്റ ഫ്ലേവർ കൊണ്ട് അവർ സൗദി മുഴുവൻ കീഴടക്കുന്ന പോലെയാണ് ഇപ്പോൾ അവരുടെ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മേഡ് ഇൻ ഒമാനാണ്. ഞാൻ ഒമാൻ്റെ മാമൂൽ, നബീൽ ഒമാൻ മാമൂലിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ കമ്പനി തന്നെയാണിത് എൻ്റെ കയ്യിലുള്ളത്. ഇത് 1 റിയാലിനാണ് ഈ സാധനം കടകളിൽ വിൽക്കുന്നത്. നല്ല ക്വാളിറ്റിയിൽ, നല്ല ക്വാളിറ്റിയാണ്. നമ്മൾ സപ്ലൈ ചെയ്യുന്ന എല്ലാ ചെറിയ കടകളിലും ചെറിയ നുസ്രിയാല 50 ഹലാല, 75 ഹലാല, അങ്ങനെയൊക്കെയാണ് ഈ ചെറിയ ചിപ്സിന് വില വരുന്നത്. ഇതൊക്കെ നുസ്രിയാലാണ്. എല്ലാ ചെറിയ കടകളിലും വലിയ ആയില ചോദിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത് ഒമാൻ എന്ന പ്രൊഡക്റ്റ് തന്നെയാണ്. എത്ര ഉൾഭാഗത്താണെങ്കിലും ആ ഫ്ലേവർ ആളുകൾക്ക്, ഒറ്റ ഫ്ലേവറേ ഉള്ളെങ്കിൽ കൂടി അത് ആളുകൾക്ക് നന്നായിട്ട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ബഹ്റിൻ്റെയാണ്. ഞാൻ പറഞ്ഞു ബഹ്റിൻ്റെ ടർസാനാണെന്ന്. ബഹ്റിനാണിത്. നല്ല ഫ്ലേവറാണ് കേട്ടോ ബഹ്റിൻ. ക്രിക്രാക്കിൻ്റെ ആയിലുണ്ട്. ഒമാൻ്റെ ആയില ഞാൻ പറഞ്ഞില്ല, ഏറ്റവും ചെറിയൊരു ബക്കാലയാണത്. സൗദിയിലെ ബക്കാല ഏറ്റവും ചെറുതാണ്. എന്നാൽ കൂടി അവിടെ ഒരു ആയില വെക്കുകയാണെങ്കിൽ അത് ഒമാനെ വെക്കുകയുള്ളൂ പറഞ്ഞു കേട്ടോ. ഇത് യാമ്പൂർ റൂട്ടിലുള്ള ബീറിൽ ഷിഫ മസ്ജിദാണ്. ഞാനിന്ന് പോണ വഴിക്ക്, സെയിൽസിന് പോണ വഴിക്ക് ഒരു പള്ളിയിൽ അത്യാവശ്യം തിരക്ക് കണ്ടപ്പോൾ അങ്ങനെ ഇറങ്ങിയൊരു വീഡിയോ എടുത്താണ്. ഇവിടെ വെള്ളം കുടിക്കാനുള്ള ബറാദയുണ്ട്. വെള്ളം കുടിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയതാണ്. വെള്ളം കുപ്പിയിൽ ആക്കി അത് വഴിയിൽ കുടിക്കാൻ വേണ്ടി വണ്ടി ഇവിടെ നിർത്തിയതാണ്. മദീനയിൽ നിന്ന് 100 കിലോമീറ്ററാണ് കേട്ടോ ഇവിടേക്ക്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ ഈ വീഡിയോയിൽ ഒരു 2 സുഹൃത്തുക്കൾ മിഠായി വാങ്ങാൻ വരുന്നതും, പിന്നെ എൻ്റെ റൂമിലെ കുറച്ച് ഈന്തപ്പനകളും അതിൻ്റെ കൃഷിയോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. അത് കാരണം ഞാൻ നാട്ടിലുള്ള കുറച്ച് സുഹൃത്തുക്കൾ ഞങ്ങൾക്ക് കൂടി കാണാൻ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തു, സൗദി അറേബ്യയിൽ കാര്യങ്ങൾ. അതുകൊണ്ട്
കൃഷിയോടനുബന്ധിച്ച് ഞാൻ പാലക്കാട് ജില്ലക്കാരനായതുകൊണ്ട് കൃഷിയോട് കുറച്ച് താല്പര്യം കൂടുതലുള്ളത് കൊണ്ടും അതിൻ്റെ കുറച്ച് ഇതിൽ ചേർക്കുന്നുണ്ട്. നമ്മളെ പരസ്യം കണ്ട് 2 സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട് മിഠായി മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് 2 സുഹൃത്തുക്കൾ വിളിച്ച് ഞാൻ ലൊക്കേഷൻ കൊടുത്ത പ്രകാരം എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്ലേവറുകളെല്ലാം അവരെ പരിചയപ്പെടുത്തി. എല്ലാ മിഠായികളും ഏറെക്കുറെ കുറഞ്ഞ റേറ്റിലുള്ള മിഠായി നിങ്ങൾക്ക് കടയിൽ നിന്ന് എത്ര രൂപ കുറവിൽ ലാഭത്തിൽ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ശേഷം അവർക്ക് തന്നെ മനസ്സിലായി കടകളിലുള്ള റേറ്റും ഇതും തമ്മിൽ അവർ പോയി നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായ ശേഷം അവർ 500 റിയാലോളം നമ്മുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്തു. നല്ല ബാർഗെയിൻ ചെയ്തിട്ടാണ് കേട്ടോ അവർ ഓരോന്നും എടുത്ത് അതിൻ്റെ ക്വാളിറ്റിയും അത് മീഡിയൻ എവിടെയാണെന്ന് നോക്കി എത്ര പീസ് ഉണ്ട് നോക്കി നല്ല ബാർഗെയിൻ ചെയ്തിട്ട് തന്നെയാണ് സുഹൃത്തുക്കൾ മേടിക്കുന്നത്. അതെല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ. ഒരു ലാഭത്തിൽ സാധനം കിട്ടുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് അവർ അത് ചോദിക്കും. അത് സ്വാഭാവികം. അത് മെയിനായിട്ട് സൗദി അറേബ്യയിലെ സംബന്ധിച്ചിടത്തോളം ഡേറ്റാണ് ഇവിടെ പ്രാധാന്യം. കോഴിമുട്ടയിൽ വരെ ഡേറ്റ് ഇടുന്ന നാടാണ് സൗദി. അപ്പോൾ അത് ഇവിടെ വലതിയ നമ്മളെ നാട്ടിലെ ഫുഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ വലതിയ അതാണ്. അത്രയും കർശനമാണ്. ഒരു എക്സ്പയർ കണ്ടാൽ ആ ബക്കാല ആ കട അടച്ചു പൂട്ടുന്ന രീതിക്കാണ് ഇവിടുത്തെ ചെക്കിങ് വരാറ്. അതുകൊണ്ട് തന്നെ എക്സ്പയറിന് വളരെ പ്രാധാന്യം കൂടുതലാണ്. അപ്പോൾ അവർ ഓരോ മിഠായി എടുക്കുമ്പോഴും അത് എക്സ്പയർ ആണോ അതിൻ്റെ ക്വാളിറ്റിയും എല്ലാം ചെക്ക് ചെയ്തുകൊണ്ടാണ് സുഹൃത്തുക്കൾ മേടിക്കുന്നത്. നല്ല കാര്യമാണ്. ഗാലക്സി അങ്ങനെ എല്ലാ സാധനങ്ങളും കുറച്ച് നല്ലൊരു പർച്ചേസിങ് തന്നെ അവർ ചെയ്തു. വളരെ സന്തോഷമുണ്ട്. എൻ്റെ വീഡിയോ കണ്ട് അന്വേഷിച്ച് ലൊക്കേഷൻ കൊടുത്ത എൻ്റെ റൂമിൽ വന്ന് എൻ്റെ അടുത്ത് ഞാൻ ലൊക്കേഷൻ അയച്ചാൽ മതി, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട ഞങ്ങളുടെ കയ്യിൽ വണ്ടിയുണ്ട് ഞങ്ങൾ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞ് 2 സുഹൃത്തുക്കൾ വന്ന് നല്ല ക്വാളിറ്റി തന്നെ ഞാൻ അവർക്ക് കൊടുത്തത്. നല്ല ക്വാളിറ്റിയിൽപ്പെട്ട മിഠായികളും ബത്തൂക്കുകളും കിൻഡർ ഗാലക്സി എല്ലാം അവർ ഈ ചുരുങ്ങിയ പൈസയ്ക്ക് ചുരുങ്ങിയ റിയാലിന് ഇത്രയും മിഠായി അവർ പോലും കരുതിയില്ല. ഇത്രയും ചുരുങ്ങിയ റേറ്റിന് ഇത്രയും. അപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും പാലക്കാടൻ കച്ചവടം എന്നുള്ള യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണ് ഒന്നടിച്ചാൽ ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. ഞാനിന്ന് വന്നിരിക്കുന്നത് ഈന്തപ്പഴത്തിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ്. ഈന്തപ്പഴം എത്ര മാസം കൊണ്ട് അത്
ഒരു പഴമായി മാറുന്നു, ഒരു വർഷത്തിലെ എത്ര വിളവാണ്, അതിനെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി വന്നതാണ്. നമുക്ക് ആദ്യം തുടങ്ങുന്നത് പൂവ് ആൺകൊല വെട്ടി പെൺകൊലയിൽ പരാഗണം നടത്തുന്ന ഒരു പ്രോസസ്സാണ് ആദ്യം തുടങ്ങുന്നത്. ഇത് ഒരുപാട് പനയൊന്നുമില്ല, ഒരു 20 പനയേ ഉള്ളൂ. നമ്മളെ റൂമിൽ തന്നെയാണ്. റൂമിലൊരു മസറ എന്ന് പറയും, ഇവിടെ സൗദിയിൽ മസറ എന്ന് പറയും. ഇവിടെ നമ്മുടെ റൂമിൽ തന്നെ ഒരു 20 പനയുള്ളത്. അതിൽ 2 ആൺപനയുണ്ട്. അതാണ് നമ്മൾ ഇത് ഒന്നിനും പറ്റില്ല, ഇത് വിരിഞ്ഞ് കഴിഞ്ഞതാണ്. ഈ സാധനം ഒന്നിനും പറ്റില്ല. ഇതാണ് നമുക്ക് വെട്ടാനുള്ളത്. ഇത് നമ്മൾ ഈ കട ചേർത്ത് വെട്ടി ഇത് വെള്ളത്തിൽ മുക്കി ഉണക്കി, അത് ഓരോ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മളിത് മുറിച്ചെടുത്ത് കഴിഞ്ഞു. ആൺപനൻ്റെ കൊല മുറിച്ചെടുത്ത് കഴിഞ്ഞു. അതിന് താഴത്തിറക്കി, അതിന് അവിടെ 2 കൊലയും കൂടി ഉണ്ട്. അതുകൂടി മുറിച്ചെടുത്ത് താഴത്തിറക്കി അത് 2 ദിവസം വെള്ളത്തിൽ മുക്കി, പിന്നെ അത് ഉണക്കി അതിൻ്റെ ഇതുപോലെ ആക്കണം. ഉണക്കി അതുപോലെ ആക്കി അതിൻ്റെ പൂക്കൊല എടുത്ത് അത് പെൺപനകളിൽ കൊല തെളിയുമ്പോൾ അതിൽ ഇതുപോലെ പെൺപന ആകുമ്പോൾ അതിൽ പരാഗണം ചെയ്തു കൊടുക്കണം. പിന്നെ ഈ പട്ടക്കയിൽ വരുന്ന ഈ മുള്ളുകൾ നന്നായിട്ട് വെട്ടിക്കൊടുക്കണം. അത് ഒരു 3 അടിക്ക് ഓല ആകുന്നവർക്ക് വെട്ടിക്കൊടുക്കണം. നല്ല ഇത് കുത്തിയാൽ നല്ല വേദന ഉണ്ടാവും. അങ്ങനെ നമ്മൾ 4 കൊലയും 2 ആയിട്ടുള്ളത്, 2 കുറച്ച് കുറവായിരുന്നു മൂപ്പ്. അത് 2 കൂടി വെട്ടിയിട്ടുണ്ട്. അത് കുറച്ച് ദിവസം വെള്ളത്തിലിട്ട് വെച്ചാൽ മൂപ്പാകുമെന്നാണ് ഇവിടുത്തെ അബ്ദുക്ക പറഞ്ഞത്. അബ്ദുക്കയാണ് കേട്ടോ ഇതിൻ്റെ ഈ മസറ നോക്കി നടത്തുന്ന ആള്. അബ്ദുക്ക ആണ്. നിങ്ങൾ പരിചയപ്പെടുത്താം. ആളാണ് നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്ന ആള്. പനൻ്റെ കൃഷിനെ കുറിച്ചിട്ട് എല്ലാം. പൂക്കൊല ഇറക്കിയത് ഇതാണ് നമ്മളെ ആൺപന. ഇതിലാണ് ഇപ്പോൾ ഞാൻ കയറിയത്. പകുതി ഒരു 3/4 ഭാഗം കോണി വെച്ചിട്ടും അതിൻ്റെ മുകളിലേക്ക് കയറിട്ടിട്ടുമാണ് ഇത് കയറാൻ കഴിയുക. കാരണം ഇതിൽ പിടിച്ചാൽ ചിലത് മൂപ്പത്താത്ത ഓല കാരണം കൊണ്ട് അത് അടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് കയറിടണം. അങ്ങ് മുകളിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇത് ആൺപന. ഇത് അജുവൻ്റെ ആണ് കേട്ടോ, അജുവ. പിന്നെ അജുവ അതാ 2 അജുവയാണ്. പിന്നെ സക്കാഫി, ദാലിയ, ശുക്കിരി, അങ്ങനെ കുറേ പനകളുണ്ട് ഇവിടെ. ഏറ്റവും മധുരമുള്ള ശുക്കിരിയാണ് അത് ഈ പന. അത് നിങ്ങൾക്ക് കായാവുമ്പോൾ പിന്നാലെ വീഡിയോ ഞാൻ എടുത്തിടുന്നതായിരിക്കും. അവിടെയാണ് എൻ്റെ റൂം. അത് നമ്മൾ ആയുധങ്ങളൊക്കെ ഇവിടെ സൗദി അറേബ്യയിലെ ആയുധങ്ങളാണ് ഇതൊക്കെ. ഈ 5 ഒരെണ്ണം ഇന്നലെ വേറൊരു പനിയിൽ നിന്ന് മുറിച്ചാണ്. ബാക്കി 4 നമ്മളിപ്പോൾ മുറിച്ചെടുത്താണ്. കഴിഞ്ഞ പ്രാവശ്യം ഈന്തപ്പഴം കായ് കഴിഞ്ഞ ശേഷം കടമൊരുക്കി വളമിട്ടതാണ് ഈ കാണുന്നത്. മറ്റുള്ള ഇടവിള കൃഷികളും കുറേശ്ശെ ഓമക്കായ്, പപ്പായ എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ. ഇതാ കറിവേപ്പില. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ വെള്ളത്തിലിട്ട് വെച്ചതിലെ 5 ഒരു 3 എടുത്ത് അത് പൊട്ടിച്ച് പരാഗണത്തിന് ഭാഗമാക്കി വെച്ചിട്ടുണ്ട്. ഇത് പെൺപനകളിലെ കൊലകൾക്കിടയിൽ വെച്ച് നമ്മൾ വിരിയുന്ന കൊലകൾക്കിടയിൽ വെച്ച് കെട്ടുന്ന ഒരു പ്രോസസ്സാണ് അടുത്തത്. ഇതാണ് അതിൻ്റെ ഉള്ളിലെ ഇങ്ങനെ വരിക കൊല. ഇത് നമ്മൾ കട്ട് ചെയ്ത് ഈ രൂപത്തിലാക്കി. എൻ്റെ ഈ വീഡിയോയിൽ മോൾ ഭാഗത്തായി എൻ്റെ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്. അതിൽ വാട്സപ്പിൽ മാത്രം കോണ്ടാക്റ്റ് ചെയ്യുക. കാരണം ഞാൻ ഡ്രൈവിംഗ് കൂടുതലായിട്ട്
ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് അങ്ങനൊരു ഓപ്ഷൻ ഞാൻ പറയുന്നത്. ഇത് ഉണക്കാൻ വെച്ചതാണ്. ഉണങ്ങിക്കഴിഞ്ഞ ശേഷം പരാഗണം നമ്മൾക്ക് തുടരും. എല്ലാ വീഡിയോയിലും ഞാൻ ഓരോ സീനായി ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈന്തപ്പനൻ്റെ എല്ലാ കാര്യങ്ങളും. ഒരിക്കൽ കൂടി അടുത്ത വീഡിയോയുമായി ഞാൻ വരും. അസ്സലാമു അലൈക്കും.